ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ജോമെട്രി ഡാഷ്. സോ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി ഗൈസ്, 2 ആഴ്ച ഞാൻ വീഡിയോ ഇട്ടിട്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നിട്ട് ഇപ്പോൾ ഭയങ്കര എക്സാമൊക്കെയാണ്. സോ ഗൈസ്, ഇനി 2 ദിവസം ലീവുണ്ട്. സോ ഇനി കുറച്ച് ദിവസം അങ്ങോട്ട് വീഡിയോ തന്നെ ഫുള്ള്. സോ നമ്മളൊന്ന് കളിക്കാൻ വേണ്ടി പോകുന്ന ജോമെട്രി ഡാഷാണ്. അവിടെ തന്നെ ഉണ്ട്. ഇന്ന് ഞാനൊരു ലെവൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ലെവൽ, പിക്സൽ ബ്ലോക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ലെവൽ. സോ അങ്ങനത്തെ ആ ലെവൽ എങ്ങനെ ഉണ്ടാക്കുന്നത്, പിന്നെ അങ്ങനത്തെ ലെവലൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണത്. ജസ്റ്റ് ഇതാണ് ആ ലെവൽ. ഞാൻ ഇതൊന്ന് സെറ്റ് ആക്കി, ഞാൻ അതിന് പേരെടുക്കില്ല. എന്താ പേര് പിക്സൽ ലെവൽ. കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കുറവൊന്നുമില്ല. ഒരു LCS സോങ്ങൊക്കെയാണ്. സോ കോപ്പിറൈറ്റ് ഉണ്ടാവില്ല. പിന്നെ ഞാൻ പറയാൻ മറന്നായി, നമ്മളെ ചാനലിൽ 10 സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്യണം. അപ്പോൾ ഗൈസ്, എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാവർക്കും ഭയങ്കര താങ്ക്സ്. ഞാൻ എൻ്റെ വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അങ്ങനെ പറയലില്ല. ഓക്കെ, ഞാൻ അങ്ങനെ പറയണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് എൻ്റെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അങ്ങനെ വേറെ ഒന്നുമില്ല ഗൈസ്. പിന്നെ ഞാൻ 2 ഷോർട്സ് ഇട്ടു. അപ്പോൾ ഷോർട്സ് ഇട്ടപ്പോൾ 3 ഷോർട്സിന് നല്ല റീച്ച് ഉണ്ടായിരുന്നു. 3 ഷോർട്സും ഞാനിങ്ങനെ അങ്ങനത്തെ ഫോങ്ക്, ഇങ്ങനെ ബ്രസീലിയൻ ഫോങ്ക് അങ്ങനത്തെ ടൈപ്പ് മ്യൂസിക് ഇട്ടപ്പോൾ അതിന് നല്ല റീച്ച് കിട്ടി. എങ്ങനെയാണാവോ? അപ്പോൾ അങ്ങനത്തെ ഇങ്ങനെ വീഡിയോ ഇടണമെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ ഗൈസ്, ഇതാണ് ഈ ലെവലിൻ്റെ ഉള്ളിലുള്ളൊരു സംഭവം. മോഡ് ട്രിഗർ ഉപയോഗിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഞാനങ്ങനെ കളിക്കണമൊന്നും ഉണ്ടാവില്ല, കാരണം എൻ്റെ ഈ റെക്കോർഡർ വെച്ചാൽ നല്ല ലാഗ് ഉണ്ട് ഗൈസ്. എന്താണാവോ? നല്ലൊരു റെക്കോർഡർ നിങ്ങൾ സജസ്റ്റ് ചെയ്തു. എനിക്ക് 10 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷേ അതിൽ എത്ര ആൾക്കാർ മലയാളികളാണെന്നൊക്കെ അറിയില്ല ഗൈസ്. എനിക്ക് 10 സബ്സ്ക്രൈബേഴ്സുള്ള സബ്സ്ക്രൈബർ കൗണ്ട് എത്രയെന്നൊന്നും കാണാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ബാക്കി ഇതാക്കാം. ഞാൻ ഈ ഒരു ബ്ലോക്ക് ഡിസൈനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ബ്ലോക്ക് ഡിസൈൻ വീണ്ടും എടുക്കും. ഈ ബ്ലോക്ക് ഡിസൈൻ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഈ ബ്ലോക്സാണ് ഞാൻ ഉപയോഗിക്കണത്. എന്നിട്ട് ശരി ഗൈസ്, ഈ ബ്ലോക്ക് ഡിസൈൻ ഇങ്ങനെ വെക്കും. ഓക്കെ, ഇങ്ങനെ ഈ ബ്ലോക്സ് വെക്കും. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ബോക്സ് പോലത്തെ സണ്ടൊക്കെ. ഇത് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ നല്ല പാടാണ്, കാരണം 2.2 ആണ് ഇതിലേറ്റവും ഇപ്പോഴുള്ള വെർഷൻ. ഇപ്പോൾ 2.2 തോനെ പിക്സൽ ബ്ലോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിക്സൽ ബ്ലോക്സാണ് ഈ അപ്ഡേറ്റിൻ്റെ മെയിൻ സംഭവങ്ങൾ. ഓരോ അപ്ഡേറ്റിനും അങ്ങനെ ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് കാണിച്ചതാണ്. കുറച്ച് അടിപൊളി സംഭവങ്ങളൊക്കെ സെറ്റാക്കാൻ വിചാരിക്കുന്നുണ്ട്. ഒരു ഫീച്ചേർഡ് ലെവൽ ആരെങ്കിലും ഒന്ന് മോഡ് സെൻഡ് ചെയ്താൽ മതി. നിങ്ങൾ ജോമെട്രി ഡാഷ് കളിക്കണമെങ്കിൽ നിങ്ങൾ ഒരു മോഡറേറ്റർ ആണെങ്കിൽ ലെവൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ മോഡ് സെൻഡ് ചെയ്യണം. വേണമെങ്കിൽ സെൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ വൈറ്റ് ബ്ലോക്ക് വെക്കുക. ഇതിങ്ങനെ ഓരോ സൈസിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഭയങ്കര ചെറുതാവും, കാരണം അത്ര ചെറുതൊക്കെ ഉണ്ട്. സോ ഇതിൻ്റെ അതേ കളറാക്കണം. ഈ പ്ലസ് അമർത്തിയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ സാധനം വേറൊരു ഗ്രൂപ്പ് ID അങ്ങനെയൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇത് 2.3 ഞാൻ ഇതിൽ വേറെ, എന്നിട്ട് അതേ സെയിം കളറാക്കിയാൽ മതി. വേറെ ഗ്രൂപ്പ് എടുക്കണം. ഇതാ കളറായിട്ടുണ്ട്. നമ്മളങ്ങനെ സെറ്റാക്കിയാൽ മതി. ഈ ബ്ലോക്ക് ഡിസൈൻ അല്ലാതെ കുറച്ച് പണിയുണ്ട്, എന്നാലും ഈസിയൊക്കെ തന്നെയാണ്. ഓക്കെ,
ഗൈസ്. എൻ്റെ ഫോണൊന്ന് കുത്തിക്കട്ടെ. ചാർജില്ലേ അതാണ് ഗൈസ്. വീഡിയോ എടുക്കണം പൊട്ടൻ. ഗൈസ് അങ്ങനെ നമ്മൾ ജോമെട്രി ഡാഷിൽ എത്തിയിരിക്കണം ഗൈസ്. കറണ്ടൊക്കെ പോയിട്ട് ഭയങ്കര പ്രശ്നമായി. അപ്പോൾ നമുക്ക് വീണ്ടും സെറ്റാക്കാം. സോ ഇതാണ് ലെവൽ. ഓക്കെ, ഇനി കുറച്ച് ബ്ലോഗ്സ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് റോബോട്ടിൻ്റെ ഗെയിം പ്ലേ ആണ്. അപ്പോൾ നമുക്ക് ഇതൊരു വേറൊരു ബ്ലോക്ക് ഡിസൈൻ ഉപയോഗിക്കണം. കുറച്ച് നേരം നമുക്ക് കുറച്ച് സ്പൈക്കൊക്കെ വെച്ചിട്ട് മേലെ നിൽക്കണം ഗൈസ്. ഓക്കെ, അത്രക്ക് ഹാർഡായിട്ടുള്ള സംഭവം ഞാൻ ചെയ്യണില്ല. ഒന്നെടുത്തിട്ട് അടിയിൽ വെക്കാം. ഇതങ്ങനെ വരുന്നുണ്ടോന്നാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്, ഇങ്ങനെ കുറച്ച് സോ ഓക്കെ. ഇപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ബ്ലോക്ക് ഡിസൈനൊക്കെ കണ്ടുപിടിക്കാൻ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഏതോ കാട്ടിക്കെടുക്കുന്ന ഒരു ബ്ലോക്ക് ഡിസൈനാണ്. സോ നമുക്ക് ചെയ്യാം. ഇതെങ്ങനെ വെക്കാമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ചെയ്യണം. ഇതെങ്ങനെ വെക്കാന്നൊക്കെ അറിയില്ല ഗൈസ്. എന്തെങ്കിലും ചെയ്യണം. നമുക്ക് ഈ ബ്ലോക്ക് ഡിസൈൻ്റെ സംഭവം ഇതൊരു കളറായിട്ട് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ഒരു ഇതുണ്ടാക്കാം ഗൈസ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാൻ കുറച്ച് കളറൊക്കെ ഉണ്ടാക്കേണ്ടി വന്നു, വേറെ ഒന്നുമില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതന്നെ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുക ഗൈസ്. ഇതിൽ ഞാൻ കുറച്ച് ഷെയ്ഡിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒരു ബ്രൈറ്റ് കളറാണ്. ഓക്കെ, ഷോർട്ട് പൊസിഷൻ എന്തായാലും നോക്കേണ്ടി വരും.
ഓക്കെ, ഞാൻ ഈ സ്റ്റാർട്ട് പൊസിഷനാണ് വെക്കുന്നത്. സോ നമുക്ക് ഇത് കുറച്ചും കൂടി കിട്ടും. ഞാൻ അതിനൊരു ഇതൊന്നും കൊടുത്തിട്ടില്ല, ഔട്ട്ലൈന്. സോ നമുക്ക് ഇത് ഞാൻ മേലേക്ക് ഇതാക്കാം. ഞാൻ ഔട്ട്ലൈന് ഇൻവിസിബിൾ ഔട്ട്ലൈനാണ് കൊടുക്കണത്. അപ്പോൾ നമ്മൾ ബ്ലോക്ക് ഡിസൈൻ, പിക്സൽ ബ്ലോക്ക് ഡിസൈനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് രസമുള്ള ഇങ്ങനെ ഔട്ട്ലൈൻ ഇങ്ങനെ കാണാത്ത അതായിരിക്കും രസം. അപ്പോൾ നമ്മൾ ലെവൽ കുറച്ചും കൂടി കാണാൻ രസമുണ്ടാവും. നമുക്ക് അങ്ങനെ ഒരു വിയേർഡായിട്ടുള്ളൊരു പാറ്റേൺ നമുക്കത് വെക്കാം. സോ ഗൈസ്, സോ അത് കുറച്ചും കൂടി ഒരു ഇത് കിട്ടും. ഓക്കെ, ഇത് ഇനി എടുത്ത് അങ്ങോട്ട് വെക്കാം, കുറച്ച് മേലേക്കാക്കാം. ഓക്കെ, നമുക്കിനി ഈ ചെറിയ സംസൊക്കെ കഴിഞ്ഞാൽ ഞാൻ ചാടിയിട്ട് പോവാം. പിന്നെ ചെറിയ സ്പൈക്കൊന്നും വെച്ചിട്ടില്ല. സോ നമുക്ക് ഒരു ചെറിയ സ്പൈക്ക് ഉണ്ടാക്കാം. ഇതാണ് എൻ്റെ സ്പൈക്ക്. ഞാൻ എൻ്റെ സ്പൈക്ക് ഡിസൈനൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ സ്പൈക്ക്. സംഭവം എന്താ വെച്ചാൽ നമ്മൾ സാധാ ഒരു വെള്ള സ്പൈക്കിന് പർപ്പിൾ ഔട്ട്ലൈൻ കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഞാനൊരു വീഡിയോ കണ്ടാണ് ഇങ്ങനത്തെ ഇത് വെച്ചാൽ നല്ല രസം ഉണ്ടാകുന്നതൊക്കെ ഡിജാൻ വെച്ച് കൊടുക്കുമ്പോൾ കുഴപ്പമില്ല. ഈ സാധനം വെച്ചിട്ട് ഈ സാധനം റൊട്ടേറ്റ് ചെയ്തിട്ട് നല്ല സ്ട്രൈറ്റ് ഇങ്ങനെ ഇച്ചിരി സ്കെയിൽ ചെയ്തിട്ട് ഇങ്ങനെ സെറ്റാക്കിയതാണ്. ഇത് നമുക്ക് കുറച്ച് സൈസുകളിലായിട്ട് സെറ്റാക്കണം. ഇത് സൈസാക്കാൻ കുറച്ച് പണിയാവും. വാർപ്പ് വേണ്ടി വരും. ഗൈസ്, ഞാനിത് ഇതിൻ്റെ അലൈൻമെൻറ്റിൽ വെക്കാൻ നല്ല പണിയാണ് ഗൈസ്. ഓക്കെ സെറ്റ്. നമുക്കൊരു സ്പൈക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് കുറച്ച് അവിടെ ഒക്കെ വെച്ചിട്ടൊന്ന് സെറ്റാക്കാം. ഓക്കെ, പിന്നെ ഞാൻ ഔട്ടർ ബ്ലോക്ക് ഗൈസ്. ഓക്കെ, ഇത് ഞാൻ വേറൊരു ഗ്രൂപ്പല്ല, വേറൊരു ഇതിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ലൈക്ക് ലെയർ ഇതിങ്ങനെ ഞാൻ സ്ക്വീസ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം സാധാ അലൈൻമെൻറ്റിൽ പറ്റൂല. ഇതിങ്ങനെ നമ്മളിങ്ങനെ മറിച്ച് തിരിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ കൂത്തി കയറ്റിയിട്ട് വെക്കണം. ഓക്കെ ഗൈസ്, ഇതൊക്കെ ഞാൻ സെലക്ട് ചെയ്യണം. ഞാൻ ഈ ഗ്രൂപ്പിൽ വെച്ചാൽ എനിക്ക് അത് മൊത്തം സെലക്ട് ചെയ്തിട്ട് സാധനങ്ങളെ കുറച്ചും കൂടി ഈസിയാണ്. ഗൈസ്, ശരിക്കും പറഞ്ഞാൽ ഇതാണോ ഞാൻ ശരിക്കും ഉപയോഗിക്കാൻ വെച്ച ഇതെന്നൊക്കെ അറിയില്ല ഗൈസ്. മറ്റേ ബ്ലോക്ക്, കാരണം ആ ബ്ലോക്ക് എങ്ങനത്തെ ബ്ലോക്കാന്ന് ഞാൻ പറഞ്ഞു ഗൈസ്. അതിനകത്ത് നമ്മൾ ഡാഷിലേക്ക് പോകണം. ഞാൻ പ്രാക്ടീസ് മോഡ് എടുക്കണം.
ഞാൻ ഇത് അതേ ബ്ലോക്ക് അല്ല. നമുക്ക് എന്തായാലും നമുക്ക് തരാം. ഇതിലാണെങ്കിൽ തോനുണ്ട് കേസ്. ഈ തോനുള്ളതുകൊണ്ട് എനിക്ക് തീരെ തിരയാൻ പറ്റണില്ല. കാരണം എത്ര ഉണ്ട് കേസ്. ഇതാണെങ്കിൽ ഭയങ്കര കൺഫ്യൂസിങ് ആണത്. ഇത് തോന്നുന്നുണ്ട് കേസ്. ഇത് നമുക്കൊന്നും മനസ്സിലാവും കൂടിയ. അതിൻ്റെ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാലാണിത് എന്താ സാധനം ഒരു പിടിയിട്ടുള്ളൂ. ഇതാണ് കേസ്. ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഞാനത് വെക്കും. ഇങ്ങനെ വെക്കുമ്പോൾ ഗൈസ് അതിൽ വെക്കാൻ പറ്റിയൊരു അടിപൊളി ഡെക്കറേഷനും വരെ ഞാൻ കണ്ടുപിടിച്ചു. ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും. ഇതല്ല സോറി, ഇത് ഇത്രക്ക് വലുതൊന്നും വേണ്ട. ജസ്റ്റ് ഒരു 2 ബ്ലോക്കാണത്. ഇതെന്ന് പറഞ്ഞാൽ എത്രയും വേണ്ട ഗൈസ്. ഇത്ര പറ്റില്ല, പക്ഷെ വേണം എന്തായാലും. സോറി ഗൈസ്, ഇതാണ് വേണ്ടത്. ഇല്ല, ഇങ്ങനത്തെ ബാനർ പോലത്തെ നല്ല രസമാണ് ഗൈസ്. കാണാൻ നല്ല രസമാണ്. ഇതെന്താണ് ഞാൻ എല്ലായിടത്തും വെക്കല്ലോ. ഇത് വേറെ ഡിസൈൻ ഉള്ളതുണ്ട്, അടിപൊളി. ഇത് നമ്മളൊരു അടിപൊളി കളർ കൊടുത്താൽ നമുക്ക് നല്ല രസത്തിലാക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഇതാക്കണേ, അതുകൊണ്ട് ഞാൻ വേറെ വീഡിയോയിൽ സെറ്റാക്കണം. കൂടെ ഒരു മിനി പോർട്ടൽ സെറ്റാക്കണം. എന്നാലാണ് നമുക്ക് അത്രയും ചെറിയ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ പോകാൻ പറ്റുള്ളൂ. എൻ്റെ ഗുണം നല്ലോടൊക്കെ ഇത് എക്സ്ട്രീം ഡീമൻസിലൊക്കെ ഉണ്ടാവുന്ന പോലത്തെ ക്ലിക്കുകളാണ്. എൻ്റെ ഏറ്റവും ഹാർഡസ്റ്റ് നൈറ്റ് മെയർ ആണ്. ഞാൻ നൈറ്റ് മെയർ ബീറ്റ് ചെയ്യണതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു. ബീറ്റ് ചെയ്യണമില്ല, ബീറ്റ് ചെയ്തത് കഴിഞ്ഞിട്ട് ഗെയിം മാസ്റ്ററിലൊക്കെ എഡിറ്റ് ചെയ്തുണ്ടാക്കിയ വീഡിയോ ഉണ്ട്. അതിനാകെ 3 വ്യൂസ് ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള 3 വീഡിയോസും നല്ല പോയി. ഇതെന്താണെന്ന് ഇപ്പോഴും മനസ്സിലാക്കി. സോ ഇതിപ്പോഴും നല്ല ടഫാണ് നമുക്ക്. പിന്നെ ഞാൻ അധികം സിങ്ക് ഇല്ലാത്തൊരു ഇതാണ്, സിങ്കിങ് ഇല്ലാത്തൊരു ചെറിയൊരു മ്യൂസിക്കാണ്. അത് ഏതോ ഒരു NCS മ്യൂസിക്കാണ് കഴിയും. സോങ്ങല്ല, വെറും ഒരു മ്യൂസിക്. എന്താവും ഗൈസ്? സോറി, ഇത് ഒരു ഗ്രൂപ്പ്, ഞാൻ ഇത്രയും നേരം ഗ്രൂപ്പ് അല്ല ഒരു ലെയറിലായിരുന്നു. ലെയറിൽ ഇത് വരില്ല ഗൈസ്. ഓക്കെ, ഞാൻ എന്തിനാണാവോ പോസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഞാൻ ഇനി ഇതിൽ ബാക്കിയും അല്ലെങ്കിൽ പുതിയ ആ ബ്ലോക്ക് ഡിസൈൻ ഞാൻ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇത് മാറ്റും. ഇതൊരു രസമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ അടുത്ത ഭാഗമായിട്ടത് ഇടും. അപ്പോൾ ഈ വീഡിയോ അടുത്ത വീഡിയോ കാണാൻ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളൂ.